ഹായ് എവരി വൺ. അപ്പോൾ നമുക്കിന്ന് ഇഫ്താർ സ്പെഷ്യലിന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടൊരു പുഡിംഗ് നോക്കിയാലോ. അതായത് ഈ പുഡിംഗ് ഓറഞ്ച് കൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഓറഞ്ചും പാൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നോക്കിയേ, ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണല്ലേ, അപ്പോൾ നമുക്കത് വെച്ച് തന്നെ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് ഓറഞ്ചാണ് ആവശ്യം കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുത്ത് അതിനകത്തുള്ള സീഡെല്ലാം മാറ്റിയെടുക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സീഡെങ്കിലും ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ സീഡെല്ലാം മാറ്റിയെടുത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ആദ്യം തന്നെ ഇതിന് ജ്യൂസ് ആക്കി എടുക്കാം. ആ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് പാനിൽ വെച്ച് നമ്മൾ ചൂടാക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് കോൺഫ്ലോർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇത് തണുപ്പിച്ചാണ് ഇത് സെർവ് ചെയ്യുന്നത്. തണുക്കുമ്പോൾ ഇച്ചിരി മധുരം കൂടി നിന്നാൽ മാത്രമായിരിക്കും കുറച്ച് ടേസ്റ്റ് തോന്നുന്നത്. തണുത്ത് കഴിയുമ്പോൾ മധുരം ഒരല്പം കുറയുന്ന ഒരു ഫീല് തോന്നും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നന്നായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ കോൺഫ്ലോർ കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് റെഡിയാക്കി ഉടനെ തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. ഇല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇരിക്കും തോറും കയ്പ്പ് ടേസ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഓവറായിട്ട് തിക്കാക്കി എടുക്കുന്നില്ല, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ നോക്കിയേ, ഒന്ന് നമ്മളിതിനെ നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി ഇതിനൊന്ന് ചെറിയൊരു തിക്നെസ്സിലോട്ടായി മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പാലാണ് എടുത്തിട്ടുള്ളത്. അത് മാറ്റി വെച്ച ശേഷം പാലിന് നമ്മൾ നന്നായിട്ട് ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പാലിലോട്ട് കോൺഫ്ലോർ 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/4 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്, 250 ml. അപ്പോൾ അതിലോട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ മിക്സ് കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് തിക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഓവർ തിക്നെസ് ആവണ്ട. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിനെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഓറഞ്ചിൻ്റെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പാലിൻ്റെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലിൽ വേണമെങ്കിൽ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത് ചേർക്കുന്നില്ല. ചൂടോടെ തന്നെ ഇതിനെ ലെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ലെയർ ചെയ്ത് നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ലെയർ ചെയ്യുന്നുണ്ട്. ആദ്യം ഓറഞ്ച്, പിന്നെ പാല്, പിന്നെ ഓറഞ്ച്, പിന്നെ പാൽ, അങ്ങനെ ഞങ്ങൾ ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് റൂം ടെമ്പറേച്ചർ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിതിനെ ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പുഡിങ് റെഡിയായി കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അധികം ചൈന ഗ്രാസോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാണ്ട് തന്നെ റെഡിയാക്കി എടുക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇഫ്താറിന് നമുക്ക് നല്ലൊരു പുഡിങ് റെഡിയാക്കി എടുക്കുക. അതായത് ഇപ്പോൾ ഓറഞ്ചൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുതേ. ബായ്.